പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് റാണി ചെന്നമ്മയെ കുറിച്ചാണ്. ലക്ഷ്മി അഹല്യ ചെന്നമ്മ കർണാടകത്തിലെ ഹംപി കേന്ദ്രമാക്കി വികസിച്ച വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഉത്തരാധികാരികളായി നിരവധി രാജ്യങ്ങളുണ്ടായിരുന്നു. 1500-ആം ആണ്ടിൽ ചൗഡപ്പ നായിക്ക് സ്ഥാപിച്ച മലനാട് പ്രദേശത്തെ കേലദിയാണ് അവയിലൊന്ന്. 1645-ആം ആണ്ടിൽ രാജാവായിരുന്ന ശിവപ്പ നായിക്ക് 1666-ൽ രാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ സോമശേഖർ എന്നിവർ വളരെ യോഗ്യരായ രാജാക്കന്മാരായിരുന്നു. ഉറച്ച ഭക്തരും ദാനശീലരുമായിരുന്നു ഈ രാജാവ്. അദ്ദേഹം വളരെ വൈകിയാണ് വിവാഹം ചെയ്തത്. സിദ്ധപ്പ ഷെട്ടിയുടെ മകളായിരുന്ന ചെന്നമ്മയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചതും മഹാറാണി ആക്കിയതും. ബുദ്ധിമതിയും സുശീലയുമായിരുന്ന ചെന്നമ്മ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രമുഖ ഉദ്യോഗസ്ഥന്മാരുടെയും സേനാ അംഗങ്ങളുടെയും പരിചാരകരുടെയും സ്നേഹാദരങ്ങൾ നേടി. സോമശേഖര രാജാവും മഹാറാണിയും അഭിപ്രായങ്ങൾ സമന്വയത്തിലൂടെ രാജ്യഭരണം നടത്തി വന്നു. രാജഭരണം നല്ല നിലയ്ക്ക് നടന്നു വരുമ്പോഴാണ് ശനിദശ പോലെ കലാവതി എന്ന നർത്തകിയും അവളുടെ വളർത്തച്ഛൻ ബർമേമ വൂത്തും കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത്. സോമശേഖര രാജാവ് കൊട്ടാരത്തിലെ കാര്യങ്ങൾ മറന്ന് ആ നർത്തകിയുമായി കഴിയുകയും ബർമേമ വൂത്ത് നൽകിയ മരുന്നുകൾ കഴിച്ച് മാനസിക രോഗങ്ങൾ കടിമപ്പെടുകയും ചെയ്തു. റാണി ചെന്നമ്മയിലാണെങ്കിൽ അദ്ദേഹത്തിന് സന്താനങ്ങളൊന്നുമില്ലായിരുന്നു. ഈ അവസ്ഥയിൽ കൊട്ടാരം അധികാരികൾ കൊട്ടാരത്തിൻ്റെ രാജഭരണം അട്ടിമറിക്കുമെന്നും മറ്റു രാജാക്കന്മാർ രാജ്യത്തെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കിയപ്പോൾ ചെന്നമ്മ സധൈര്യം മുന്നോട്ട് വന്ന് രാജ്യത്തിൻ്റെ അധികാരം കയ്യിലെടുത്തു. ബസപ്പ നായിക് എന്ന കുട്ടിയെ ദത്തെടുത്ത് ഉത്തരാധികാരിയാക്കുവാനും തീരുമാനിച്ചു. ബീജാപ്പൂർ സുൽത്താൻ ഈ അവസരത്തിൽ ഒരു ഇരട്ട സൂത്രം പ്രയോഗിച്ചു. ജന്നോ പന്ത് എന്ന ദൂതൻ വശം സമാധാന കരാറും അതിൻ്റെ പിറകിൽ സേനയെയും അയച്ചു. തൽക്കാലം 3 ലക്ഷം രൂപ കൊടുത്ത് സമാധാന കരാർ ഉറപ്പിച്ച റാണി തൻ്റെ രാജ്യത്തിൻ്റെ ഖജനാവും പരിവാരങ്ങളെയും രഹസ്യമാർഗത്തിലൂടെ ഭുവനഗിരിയിലെത്തിച്ചു. ഇതേ സമയത്ത് സോമശേഖര രാജാവിനെ ജന്നോപന്തും ബർമേവ മൂത്തും ചേർന്ന് കൊലപ്പെടുത്തി. ചെന്നമ്മയുടെ ഭർത്താവിനെ റാണിയോട് പിണങ്ങിപ്പോയിരുന്ന തിമ്മണ്ണ നായിക്ക് എന്ന പ്രധാനമന്ത്രി തിരിച്ചു വന്നതോടെ സേന, ഭരണ സംവിധാനം എന്നിവയ്ക്ക് വീണ്ടും അടുക്കും ചിട്ടയും കൈവന്നു. സുൽത്താന്റെ സേനയെ കേലദി സേന തുരത്തി. റാണി ബിദനൂർ കോട്ടയിൽ തിരിച്ചെത്തി. അവർക്ക് നഗരവാസികൾ വൻ സ്വീകരണമൊരുക്കി. 1671-ൽ ചെന്നമ്മയുടെ രാജ്യാഭിഷേകം നടന്നു. തന്നെ ചതിച്ചവരെയെല്ലാം ജന്നോപന്തും ഭർത്തമേവാത്തുമടക്കം എല്ലാവരെയും റാണി വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ചിലരെയെല്ലാം രാജ്യത്തിൽ നിന്നും ഓടിച്ചു. മൈസൂർ രാജാവ് നിരവധി തവണ കേലദി ആക്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. നിരവധി ചെറു രാജ്യങ്ങൾ ഇതിനിടയിൽ റാണി പിടിച്ചടക്കി. ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമായി വ്യാപാര ബന്ധം സുദൃഢമാക്കി. പൊടുന്നനെ മൈസൂർ സൈന്യം വീണ്ടും ആക്രമിച്ചെങ്കിലും പരാജയം നേരിട്ട റാണി അടുത്ത യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചോടിച്ചു. തൻ്റെ സൈന്യാധിപന്മാരോട് ദയകാട്ടിയ റാണിയോട് മൈസൂർ രാജാവിന് ആദരവ് തോന്നിയതിനാൽ ഇരു രാജ്യങ്ങളും സന്ധിയിലേർപ്പെട്ടു. ഭക്തയായിരുന്ന റാണി നിരവധി ക്ഷേത്രങ്ങൾക്ക് ദാനം നൽകി. ഒരു ദിവസം റാണിയുടെ സമീപം ശിവാജിയുടെ പുത്രൻ രാജാറാം സന്യാസവേഷത്തിലെത്തി. ശിവാജിയുടെ മറ്റൊരു പുത്രനായ സംഭാജിയെ തടവുകാരനാക്കിയ ഔറംഗസീബ് കണ്ണുകുത്തിപ്പൊട്ടിച്ചും നാക്ക് പിഴുതെടുത്തും തൊലി ചവണ കൊണ്ട് പറിച്ചെടുത്തും ദ്രോഹിച്ചു. മതം മാറി മുസ്ലിമാവാൻ നിർബന്ധിച്ചുവെങ്കിലും അതിനു വഴങ്ങാത്ത സംഭാജിയെ അതിക്രൂരമായിട്ട് ഔറംഗസീബ് കൊലപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു അത്.
ഔറംഗസീബിനെ ഭയപ്പെടാതെ റാണി ചെന്നമ്മ രാജാറാമിന് അഭയം നൽകി. ഇത് അപകടമാണെന്ന് മന്ത്രിമാർ പറഞ്ഞിട്ടും റാണി ഉറച്ചു നിന്നു. അസം ഖാന്റെ നേതൃത്വത്തിൽ ആക്രമിക്കാനെത്തിയ മുഗൾ സൈന്യത്തെ കേലദി സൈന്യം തോൽപ്പിച്ചോടിച്ചു. രാജാറാമിനെ സുരക്ഷിതനാക്കി ജിംജി കോട്ടയിലെത്തിക്കുകയും ചെയ്തു. ഭാരതം മുഴുവൻ ഏകദേശം കീഴടക്കിയ ഔറംഗസീബിന് കേലദിയെ, ചെന്നമ്മയുടെ രാജ്യത്തെ, ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കേണ്ടി വന്നു. റാണി തൻ്റെ സൈനികർക്ക് നിരവധി സമ്മാനങ്ങൾ നൽകി. ബസപ്പ നായിക്കിനെ രാജ്യാഭിഷേകം ചെയ്ത റാണി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. കുറച്ചു കാലത്തിനു ശേഷം അവർ വീരചരമം പ്രാപിച്ചു. ഇതുപോലെ തന്നെ കിത്തൂർ എന്ന നാട്ടുരാജ്യത്തിലും ചെന്നമ്മ എന്ന പേരിൽ അവിടുത്തെ നാടുവാഴിക്ക് ഒരു ധർമ്മപത്നി ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരോട് പൊരുതി അവരോട് ബ്രിട്ടീഷുകാർ സന്ധി ചെയ്തു. പിന്നീട് ചതിയിലൂടെ അവരെ ജയിലിലടച്ചു. അവർ ആത്മാഭിമാനത്തോടെ ജീവത്യാഗം ചെയ്തു. ഈ രണ്ട് ചെന്നമ്മമാരും ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ആദർശ പ്രതീകങ്ങളായിട്ട് നാം വന്ദിക്കുന്നു എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.